ഇനി നമ്മൾ പോകുന്നത് കോഴിക്കോടേക്കാണ്. അവിടെ അനഘ തായറാണ്. താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് സംഘർഷത്തിൽ മുഴുവൻ പ്രതികളെയും പിടികൂടാതെ പോലീസ്. സംഘർഷത്തിൽ ഭീകരവാദികളടക്കം നുഴഞ്ഞുകയറിയിട്ടുണ്ട് എന്ന് കോടതിയിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. എങ്കിലും നടപടികൾ വൈകുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഇടത് വലത് മുന്നണികളും പ്രതികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നതായി ആക്ഷേപവും ഉണ്ട്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അനഘ ഹർഷനാണ് നമുക്കിപ്പം ചേർന്നത്. അനഘ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ ഫ്രഷ് കട്ട് സംഘർഷത്തിൽ ആരൊക്കെ അകത്തായി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. എന്തായാലും അതൊന്നും ഇടത് വലത് മുന്നണികൾക്ക് പ്രശ്നമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് വളരെ അടുത്ത് നിൽക്കുകയാണ്. എല്ലാവരെയും പ്രീണിപ്പിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യകതയൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്, അല്ലേ? തീർച്ചയായും രാഗി, ഫ്രഷ് കട്ട് അറവുമാലിന്റെ സംസ്കരണ കേന്ദ്രത്തിലേക്ക് ഒരു സംഘം ആളുകൾ, ഒരു പ്രദേശവാസികൾ ഏകപക്ഷീയമായി നടത്തിയിരുന്ന ഒരു സമരം, ഈ അറവുമാലിന്റെ സംസ്കരണ കേന്ദ്രം പ്രദേശത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുറേ മാസങ്ങളായി പ്രദേശവാസികൾ നടത്തിയിരുന്ന ഒരു സമരം. ഈ സമരത്തിൽ ഒരു സുപ്രഭാതത്തിൽ SDPI എന്ന മതമൗലികവാദികൾ നുഴഞ്ഞു കയറുകയും പ്രദേശത്ത് കലാപത്തിന് സമാനമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും ആ ഫാക്ടറിയിൽ തീയിടുകയും ഫാക്ടറിയിലെ ഉപകരണങ്ങളെല്ലാം നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ പോലീസ് കൃത്യമായ ഒരു അന്വേഷണം നടത്തിയിരുന്നു. പോലീസ് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ SDPI ആണ് ഇത്തരത്തിലൊരു കലാപ സമാനമായ ഈ ഒരു അതിക്രമത്തിന് നേതൃത്വം നൽകിയത് എന്ന് പോലീസ് അന്ന് തന്നെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. മറ്റൊരു കാര്യം, പോലീസ് ഈ കോടതിയിൽ അല്ലെങ്കിൽ പോലീസ് സമർപ്പിച്ച ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നു, ഇത് പ്രദേശവാസികൾ നടത്തിയ സമരമല്ല, മറ്റ് ബാഹ്യ ശക്തികൾക്ക് ഈ സമരത്തിൽ പങ്കുണ്ട് എന്ന് പോലീസ് തന്നെ പറയുന്നു. ഇതോടെ ആ പ്രദേശവാസികളെ പോലീസിനെതിരാക്കി തിരിക്കാനുള്ള ഒരു നീക്കമായിരുന്നു SDPIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് പോലീസിന്റെ പ്രധാനമായ കണ്ടെത്തൽ. അതായത് ഒരു പ്രാദേശികമായി കോഴിക്കോട്, താമരശ്ശേരി പോലെ ഒരു സ്ഥലത്ത് നടന്ന വെറും പ്രാദേശികമായിട്ടുണ്ടായിരുന്ന ഒരു സമരമാണ്. ഈ സമരത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്നടക്കം അന്ന് പ്രതിഷേധമുണ്ടായ അല്ലെങ്കിൽ അതിക്രമമുണ്ടായ സമയത്ത് മലപ്പുറത്ത് നിന്ന് അന്നടക്കം ആളുകൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തിനാണ് മറ്റ് ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ എത്തിയിരിക്കുന്നത്, അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് കൃത്യമായി തന്നെ ഒരു ഘട്ടം വരെ അന്വേഷിച്ചു വന്നിരുന്നു. അതായത് SDPI മതമൗലികവാദികൾ മാത്രമല്ല, മറ്റ് ബാഹ്യ ശക്തികൾ ഇതിന് പിന്നിലുണ്ട്, മറ്റ് ഭീകരവാദ അല്ലെങ്കിൽ ആ തരത്തിലുള്ള കാര്യങ്ങൾ ഈ അതിക്രമത്തിന് പിന്നിലുണ്ട് എന്ന് പോലീസ് കൃത്യമായി കണ്ടെത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം 351 പേർക്കെതിരെ ഈ ഫാക്ടറിയിൽ അതിക്രമം നടത്തിയതിന്റെ പേരിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. അതിൽ ഇന്ന് വരെ, ഈ നിമിഷം വരെ 25 പേർ മാത്രമാണ് പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത് അല്ലെങ്കിൽ പോലീസ് പിടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാന, ഈ കേസിലെ പ്രധാന പ്രതികൾ എന്ന് പറയുന്നത് SDPIയും അതുപോലെ തന്നെ DYFI പ്രവർത്തകരുമൊക്കെയാണ് ഈ കേസിലെ പ്രധാന പ്രതികൾ എന്നുള്ളതാണ്. പക്ഷേ പ്രധാന പ്രതികളെ ഇപ്പോഴും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിലൊക്കെ പ്രദേശത്തെ വീടുകളിലൊക്കെ കയറി പോലീസ് പരിശോധന നടത്തിയിരുന്നു. പക്ഷേ അവർ വിദേശത്തേക്ക് കടന്നു എന്നുള്ളൊരു സൂചന പോലും പോലീസിന് ലഭിക്കുന്നുണ്ട്. പക്ഷെ ആ പ്രദേശത്തെ CCTV കേന്ദ്രീകരിച്ച് പരിശോധനകളൊക്കെ നടന്നിരുന്നു. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തൊരു സാഹചര്യത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു മെല്ലെപ്പോക്ക് ഉണ്ടാകുന്നുണ്ട് എന്ന് പ്രദേശവാസികൾ തന്നെ അല്ലെങ്കിൽ പ്രദേശത്തെ BJP പ്രവർത്തകരും മറ്റുമൊക്കെ തന്നെ ആരോപിക്കുന്നുണ്ട്. കാരണം അതിന് പ്രധാനമായിട്ടുള്ള കാരണം ഈ ഇടത് വലത് പക്ഷം ഈ SDPIക്ക് ഒപ്പം ചേർന്ന് മത്സരിക്കുന്നുണ്ട്. UDFും അതുപോലെ ഇടതുപക്ഷവും ഒക്കെ പല സ്ഥലങ്ങളിലും. അതുകൊണ്ട് തന്നെ ഈ പ്രതികളെ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ സമയം പോലീസ് വീണ്ടും പ്രതികളെ, ഈ പ്രധാന പ്രതികളിലേക്കൊക്കെ തന്നെ അന്വേഷണം എത്തി അവരെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായാൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അനുകൂലമാകില്ല എന്നുള്ളൊരു തിരിച്ചറിവാണ് UDFും അതുപോലെ ഇടതുപക്ഷത്തിനും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതികളെ പിടികൂടാനുള്ള ഒരു പോലീസിന്റെ ഈ മെല്ലെപ്പൊക്കിന് കാരണമെന്നാണ് ഉയർന്ന ആരോപണം. എന്തായാലും ഈ കേസിൽ 351 പേർക്കെതിരെ പോലീസ് FIR ഇട്ട് കേസെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ഗുരുതര കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ FIRയിലുണ്ട്. പക്ഷേ ആ കേസിൽ ഇത്രയധികം ആളുകൾക്കെതിരെ കേസെടുത്തെങ്കിൽ പോലും 25 പേർ മാത്രമാണ് ഈ കേസിൽ പിടിയിലായിട്ടുള്ളത് എന്നുള്ളതാണ്. ഏകപക്ഷീയമായി ഒരു ഫാക്ടറിയിലേക്ക് നുഴഞ്ഞു കയറുകയും ആ ഫാക്ടറിയിലെ 10ഓളം വരുന്ന ജീവനക്കാരെ അടച്ചിട്ട് ആ ജീവനക്കാരുടെ തീയിട്ട് കൊല്ലാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ ജീവനക്കാരെ രക്ഷപ്പെട്ടത് എന്നുള്ളതാണ്. ആ രീതിയിൽ ഒരു കലാപം തന്നെയായിരുന്നു SDPIയുടെ നേതൃത്വത്തിൽ അന്ന് നടന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി മറ്റു പ്രതികളെ കൂടി പിടിക്കാനുള്ള ഒരു ആർജവം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു മെല്ലെപ്പൊക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളൊരു ആരോപണമാണ് ഉയരുന്നത്. രാഖി.
എന്തായാലും അനഘ, നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. എങ്കിൽ പോലും ഈ താമരശ്ശേരി ഫ്രഷ് കട്ട് സംഘർഷത്തിന് പിന്നാലെ കേസിൽ കുടുങ്ങിയ സ്ഥാനാർത്ഥി രാജ്യവിടുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായി. എന്തായാലും അദ്ദേഹത്തെക്കുറിച്ചൊന്നും യാതൊരു വിവരവും ഇല്ല എന്നുള്ളതാണോ പോലീസ് പറയുന്നത്? അത് തന്നെയാണ് രാഖി. ഈ ഒരു സ്ഥാനാർത്ഥി താമരശ്ശേരിയിലെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഫ്രഷ് കട്ട് സമരത്തിലെ മുഖ്യ സൂത്രധാരൻ നിൽക്കുന്നുണ്ട്, സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട്. പക്ഷേ ആ സ്ഥാനാർത്ഥിയെ പിടികൂടാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ താമരശ്ശേരി ഭാഗങ്ങളിലൊക്കെ ഇയാൾക്ക് വേണ്ടി ഫ്ലെക്സ് ബോർഡുകളും മറ്റുമൊക്കെ ഉയരുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇയാൾ സോഷ്യൽ മീഡിയ വഴി തനിക്ക് വേണ്ടി പ്രചരണം നടത്തുന്ന സാഹചര്യവുമുണ്ട്. പക്ഷേ പോലീസിന് ഇതുവരെ ഇയാളെ പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അയാൾ മാത്രമല്ല, മറ്റ് കേസിലെ 1ഉം 2ഉം പ്രതികളൊക്കെ തന്നെ ഡിവൈഎഫ്ഐ, SDP-യുടെ വലിയ പ്രാദേശിക തലത്തിലുള്ള വലിയ നേതാക്കളൊക്കെ തന്നെയാണ് ഇതിൽ പിടിയിലാകാനുള്ളത്. പക്ഷെ അവരെ പിടികൂടാൻ പോലീസിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ ഘട്ടം വരെ പിടികൂടിയിരിക്കുന്നതൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഇതിൽ പങ്കാളികളായിട്ടുള്ളവരെ തന്നെയാണ് പോലീസ് പിടികൂടിയിട്ടുള്ളത്. പക്ഷെ ഇതിന് നേതൃത്വം നൽകിയ, ഇതിന്റെ സൂത്രധാരനായിട്ടുള്ള SDP-യുടെ നേതാവിനെ പിടികൂടാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ സ്ഥാനാർത്ഥി വിദേശത്തേക്ക് കടന്നു കഴിഞ്ഞു, പക്ഷെ പ്രവർത്തകരൊക്കെ ഒന്നിച്ച് ഇറങ്ങി അദ്ദേഹത്തിന് വേണ്ടി പ്രചാരണം നടത്തുന്ന ഒരു അത്യപൂർവ കാഴ്ചയൊക്കെയാണ് അവിടെ എന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും. അതായത് സോഷ്യൽ മീഡിയ വഴി പ്രചരണം നടത്തുന്നു, പ്രദേശത്ത് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നു. മാത്രമല്ല പ്രദേശത്തെ പ്രാദേശികമായിട്ടുള്ള ആളുകളിലേക്ക് ഇവർ ഇറങ്ങിച്ചെന്നുകൊണ്ട്, അതായത് തങ്ങൾ ഏതെങ്കിലും തരത്തിൽ ജയിച്ചാൽ ഈ സമരം അല്ലെങ്കിൽ ഈ ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ കേന്ദ്രം നിന്ന് മാറ്റിത്തരാം എന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകിക്കൊണ്ടാണ് ഈ മതമൗലികവാദ ശക്തികളൊക്കെ തന്നെ പ്രദേശത്തെ ആളുകളെ കയ്യിലെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് SDP പോലുള്ള സംഘടനകൾ മുൻപും ചെയ്തിരുന്നത്, അല്ലെങ്കിൽ മതമൗലികവാദ ശക്തികൾ ചെയ്തിരുന്നത്, ഇത്തരത്തിൽ പ്രാദേശികമായി നടക്കുന്ന സമരത്തിലേക്ക് നുഴഞ്ഞു കയറുകയും അതിനുള്ള പരിഹാരം തങ്ങൾ ഉണ്ടാക്കുമെന്ന് ഒരു ബോധ്യം ആ സമരവുമായൊക്കെ ബന്ധപ്പെട്ട ആളുകളിലേക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അതിലൂടെ ജനങ്ങളുടെ ഒരു പ്രീതി പിടിച്ചുപറ്റാനൊക്കെയായിരുന്നു SDP പോലുള്ള മതമൗലികവാദികൾ മുൻപും നടത്തിയിരുന്നത്. അത് തന്നെ ഈ ഫ്രഷ് കട്ട് സമരവുമായി ബന്ധപ്പെട്ട് SDP ഇവിടെ ആവർത്തിക്കുകയാണ് എന്നുള്ളതാണ് രാഖി. അനഘ, അതോടൊപ്പം തന്നെ നേരത്തെ അനഘ തന്നെ സൂചിപ്പിച്ച കാര്യമാണ്, 300 പേർക്കെതിരെ FIR ഇട്ടിട്ടുണ്ട്. എത്ര പേരാണ് ഇതിനോടൊപ്പം അറസ്റ്റിലായിട്ടിരിക്കുന്നത്? രാഖി, നിലവിൽ 25 പേരാണ് ഫ്രഷ് കട്ട് സമരവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നത്. 351 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ ഫാക്ടറി അടിച്ചു തകർത്തത്, ജീവനക്കാരെ കൊല്ലാൻ ശ്രമിച്ചതിന്, ഏകപക്ഷീയമായി കലാപ സമാനമായ അന്തരീക്ഷം ഉണ്ടാക്കിയത് അടക്കമുള്ള കാര്യങ്ങൾ ചേർത്തുകൊണ്ട്, ഗുരുതരമായ വകുപ്പുകൾ ചേർത്തുകൊണ്ട് FIR ഇട്ടുകൊണ്ട് തന്നെയാണ് പോലീസ് 351 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഈ കേസിൽ ഇപ്പോൾ 25 പേർ മാത്രമാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ ബാക്കിയുള്ളവരെ, അല്ലെങ്കിൽ മറ്റ് ഉന്നതരായിട്ടുള്ള SDP-ന്റെ പ്രവർത്തകർ, ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ഒക്കെ തന്നെ പിടികൂടാൻ പോലീസിന് കഴിയാത്ത മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത്, ഈ പ്രദേശവാസികളെ ഇവർ കയ്യിലെടുത്തുകൊണ്ട് ഇവരുടെ സഹായത്തോടെയാണ് ഇവരിപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അതായത് ഈ പ്രദേശവാസികൾ, ഈ പ്രദേശത്ത് ഇവർ ഏതെങ്കിലും തരത്തിൽ എത്തിയാൽ പോലും പ്രദേശവാസികൾ പോലീസിനൊരു ഇതുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻ കൊടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ട് എന്നുള്ളതാണ്. അത് പോലീസിന്റെ അന്വേഷണത്തിന് ഒരു വെല്ലുവിളിയാണ്. മറ്റൊന്ന്, പ്രദേശത്തെ CCTV, ഈ സംഘർഷം നടക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രദേശത്തെ ചുറ്റുമുള്ള CCTV അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു. പക്ഷെ പല CCTVകളും അത് നശിപ്പിക്കപ്പെട്ട രീതിയിലായിരുന്നു ഉള്ളത് എന്നുള്ളതാണ്. അതും അന്വേഷണത്തിന് ഒരു പ്രതികൂല ഘടകമായിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ പ്രതികൾ ആ സമയം എങ്ങോട്ടേക്ക് കടന്നു കളഞ്ഞു എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ പോലീസിനൊരു വെല്ലുവിളി ഇത് തന്നെയാണ്. എന്തായാലും ഫ്രഷ് കട്ട് സമരത്തിൽ മുഴുവൻ പ്രതികളെയും ഇനിയും പിടികൂടാൻ ആയിട്ടില്ല പോലീസ് എന്നുള്ളതാണ്. 350-ലേറെ പേർക്കെതിരെ FIR ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിനോടകം പിടികൂടാൻ സാധിച്ചത് 25 പേരെ മാത്രമാണ്. ഇതിന്റെ മുഖ്യ സൂത്രധാരനടക്കം വിദേശത്തേക്ക് കടന്നു കളഞ്ഞു എന്നുള്ളതും ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട കാര്യമാണ്. അനഘ ഹർഷനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ കോഴിക്കോട് നിന്ന് നൽകിയത്. ഇനി